ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചു നിർത്തിയത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുകയാണ്, ഐ ബെഗ് യുവർ പാർഡൺ ഫോർ ദിസ് ബിക്കോസ് ദ ലാസ്റ്റ് ഡേ വെൻ ഐ വെൻ ടു സംവെയർ, ഞാൻ ഒരിടത്ത് പോയപ്പോൾ എന്നോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് പറയുവാനിടയായി നമ്മുടെ ക്ലാസ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിപ്പോകുന്നുവെന്ന്. ശരിയാണ്, നമ്മുടെ ഈ വെക്കേഷനിൽ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്ലാസ്സുകൾക്ക് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നുണ്ട് അല്ലേ? ഓക്കെ, ലെറ്റ് സ്റ്റോപ്പ് ദ ഐ ഷാൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു സ്റ്റോപ്പ് ദി ഗ്യാപ്പ് എമംഗ് ദീസ് ക്ലാസ്സസ്. ഓക്കെ, ദെൻ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വന്നത് എന്തായിരുന്നു? മേയെ കുറിച്ച്. മേയുടെ പല സ്ഥലത്ത് പല അർത്ഥത്തിൽ മേയും മസ്റ്റും ഒരുപോലെ ഉപയോഗിക്കുന്നെന്ന് അതിന്റെ സാഹചര്യ തെളിവുകളാണ് നമ്മൾ പറഞ്ഞു തന്നെ അല്ലേ? കാരണം മേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മസ്റ്റ്. മേ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിഷൻ ചോദിക്കുന്നതിനും സാധ്യതയെക്കുറിച്ച് പറയുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നുള്ളത് പോലെ മസ്റ്റും അതുപോലെ. മസ്റ്റ് കമ്പൽസറി, നിർബന്ധത്തെക്കുറിച്ചും അതുപോലെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും ഈ മേയുടെ തന്നെ ഉപയോഗം ചില സമയത്ത് ഈ മസ്റ്റിനും വരുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു വയ്ക്കുകയാണ്. ഈ അതുപോലെ തന്നെയുള്ള ഒരെണ്ണമാണ് കേട്ടോ ക്യാന് പെർമിഷൻ ചോദിക്കുന്നതിന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയും ഈ ക്യാൻ ഉപയോഗിക്കാം. അത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായും പഠിച്ചിരിക്കണം. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, അതുപോലെ തന്നെ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതെല്ലാം പഠിച്ച് ഡോണ്ട് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ട്രൈ ടു ടോക്ക് വിത്ത് അതേഴ്സ് ആൻഡ് ട്രൈ ടു give transaction among your friends or anybody. You try to find your friends, those who are trying to learn English and talk with others and try to develop your language. For that, try your level best. I shall try my level best to take classes without this gap. I shall avoid these classes gap. Okay, then let's go to our class. Today we are going to study about must. Okay, come to the class. Okay, we are going to study about must. Must നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു എന്തെങ്കിലും നിർബന്ധത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടില്ലേ? നിർബന്ധത്തെക്കുറിച്ചും അതുപോലെ നിർബന്ധത്തെക്കുറിച്ച് പറയുന്നതിനും അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യകതയെക്കുറിച്ച് പറയുന്നതിനു വേണ്ടിയാണ് സാധാരണ രീതിയിൽ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. കാരണം നമുക്കറിയാം എന്താണ് യു മസ്റ്റ് കം. യു മസ്റ്റ് കം എന്ന് പറഞ്ഞാലോ നിങ്ങൾ വരണം. യു മസ്റ്റ് കം ഇൻ ടൈം. കറക്റ്റ് സമയത്ത് നിങ്ങൾ ഇവിടെ വരണം എന്ന് പറയുന്നതിന് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ ഈ മസ്റ്റിന്റെ ഉപയോഗത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ. യു മസ്റ്റ് നിർബന്ധമാണ്. നിർബന്ധത്തെ കുറിച്ച് പറയുന്നതിനാണ് മസ്റ്റ്. യു മസ്റ്റ് കം ഇൻ ടൈം, നിങ്ങൾ സമയത്ത് വരണം. അതുപോലെ യു മസ്റ്റ് സ്റ്റഡി വെൽ. യു മസ്റ്റ് സ്റ്റഡി വെൽ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. യു മസ്റ്റ് സ്റ്റഡി വെൽ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ഇതെല്ലാം നമ്മൾ പറയാണ് യു മസ്റ്റ് സ്റ്റഡി. ഇത് നമ്മുടെ ആവശ്യകതയാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് ഇത് ഉപയോഗിക്കാം. നിർബന്ധത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ആവശ്യകത നോക്കൂ. നമുക്ക് ഈ മസ്റ്റ് ചേർത്ത് വേറൊരു കാര്യം പറയാം. യു മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. യു മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. അതൊരു ആവശ്യകതയാണ്. കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറഞ്ഞാലോ നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. നിങ്ങളൊരു ഡോക്ടറെ കാണണം കേട്ടോ. അതൊരു നിങ്ങളുടെ ഒരു ആവശ്യവാദം. യു മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറയാം. അതുപോലെ നമ്മൾ പറയാം യു മസ്റ്റ് നോട്ട് ഗോ ദേർ. യു മസ്റ്റ് നോട്ട് ഗോ ടു ദാറ്റ് ഹോസ്പിറ്റൽ ഓർ യു മസ്റ്റ് നോട്ട് ഗോ ദേർ. ഇതിന്റെ നെഗറ്റീവ് മസ്റ്റ് നോട്ട് ഗോ ദേർ. ഇങ്ങനെ പറയുമ്പോൾ ഇതിവിടെ വന്നത് നിർബന്ധം ഇല്ലെങ്കിൽ ആവശ്യകതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ മസ്റ്റ് ഉപയോഗിച്ചത്. പക്ഷേ ഇതേ മസ്റ്റ് ഇത് സാഹചര്യ തെളിവുകളെ കുറിച്ച് പറയുന്നതിന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോസിബിലിറ്റി, അതാണ് നമ്മൾ പറയേണ്ടത്. ഈ മസ്റ്റ് എന്ന വാക്കിനും മേ എന്ന് പറയുന്ന വാക്കിനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. മേ നമ്മള് പെർമിഷൻ ചോദിക്കുന്നതിനും അതുപോലെയുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഈ മസ്റ്റും നമുക്ക് ഈ മസ്റ്റിനെ കുറിച്ച് പോസിബിലിറ്റി, സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഈ മസ്റ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്ന
സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ ഇതാ ഇങ്ങോട്ട് നോക്കൂ, നമ്മൾ പറയാണ് he must have a problem. He must have a problem. He must have a problem എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് because he is crying. He is crying എന്ന് പറയുക. എന്നുവെച്ചും ഇതിന്റെ അർത്ഥം എന്താണ്? He must have a problem. അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിരിക്കാം. ബിക്കോസ് ഉണ്ടായിരിക്കാം. ബിക്കോസ് കാരണം എന്താണ്? ബിക്കോസ് he is crying. അവൻ കരയുകയാണ്. അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. കരയുകയാണെന്ന്. ഇതിന്റെ അകത്തൊന്ന് നോക്കിയേ. ഈ മസ്റ്റ് നമ്മൾ പറഞ്ഞു പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് മേ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അതേ രീതിയിൽ നമ്മൾ ഈ മസ്റ്റ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതും ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹി മസ്റ്റ് ഹാവ് എ പ്രോബ്ലം. അവനൊരു പ്രശ്നം ഉണ്ടായിരിക്കാം എന്നൊരു സാധ്യത. അതിന് കാരണം പറയുന്നുണ്ട്. ബിക്കോസ് ഹി ഈസ് ക്രൈയിങ്. അവൻ കരയുകയാണ് എന്ന കാരണത്താൽ തന്നെ നമുക്ക് ഇവിടെ ഒരു സാധ്യതയെ കുറിച്ച് പറയാൻ സാധിക്കും. അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം എന്ന് പറയാം. അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. ഈ സെന്റൻസ് നോക്കൂ. someone is coming. ആരോ വരുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി അവർ ടീച്ചർ. ഇവിടെ ഈ മസ്റ്റിന്റെ ഈ ഉപയോഗവും അതേ രീതിയിൽ തന്നെയാണ്. ആരോ വരുന്നുണ്ട്. ഇത് നമ്മൾക്കൊരു പോസിബിലിറ്റി പറയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഈ ടീച്ചർ ആയിരിക്കാം എന്ന്. ഇറ്റ് മസ്റ്റ്. ഇവിടെ ഈ രണ്ടിടത്തും നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഈ മേ ഉപയോഗിച്ചതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പോസിബിലിറ്റി, സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചു. ഇനി നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്ന വേറൊരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? സാഹചര്യ തെളിവുകൾ വെച്ച് നമുക്ക് പറയാം. അതിനുവേണ്ടി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മസ്റ്റ് കഴിഞ്ഞ് ഹാവ് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ V3 ഫോം ഉപയോഗിക്കണം. അങ്ങനെയാണ് നമുക്ക് സാഹചര്യ തെളിവുകൾ വെച്ച് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. അതായത് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് മസ്റ്റ് പ്ലസ് ഹാവ് plus V3 form of verb. അങ്ങനെയാണെങ്കിലോ എങ്ങനെ ഉപയോഗിക്കാന്ന് പറയുന്നേ? സാഹചര്യ തെളിവുകൾ വെച്ച് നമുക്ക് പറയാം. അത് പറയുന്നതിന് ഒരു സാഹചര്യത്തിന്റെ തെളിവുള്ളത് കൊണ്ട് ഒരു കാരണം പറഞ്ഞു വെച്ചാൽ അതുകൊണ്ട് ആയിരിക്കാം ഇത് സംഭവിച്ചതെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മസ്റ്റ് ഉപയോഗിക്കാം. അതായത് നമ്മൾ പറയാണ് എന്റെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നിരിക്കാം എന്ന് നമ്മൾ പറയുക. വിളിച്ചിരുന്നിരിക്കാം, എന്റെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നിരിക്കാം, പക്ഷെ ഞാനത് കണ്ടില്ല, പക്ഷെ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പറയുക, എന്റെ പേന ഇപ്പൊ മസ്റ്റ് പ്ലസ് ഹാവ്. ഓക്കെ, കം ടു ദി പോയിന്റ്. മൈ ഫ്രണ്ട് മസ്റ്റ് ഹാവ്. My friend must have called. My friend must have called last night എന്ന്. ഇതിപ്പം എന്ന് പറഞ്ഞാലോ, എന്റെ കൂട്ടുകാരൻ, എന്റെ ഫ്രണ്ട് കഴിഞ്ഞ രാത്രിയിൽ നമ്മളൊരു സാഹചര്യ തെളിവ് വെച്ച് പറയുകയാണ്. ഇത് എന്റെ ഫ്രണ്ട് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിരുന്നിരിക്കാം. നമുക്ക് തെളിവില്ല, വിളിച്ചിരുന്നിരിക്കാം. പക്ഷെ
എന്നൊരു നമ്മള് പറയുകയാണ്. ഇതൊരു സാഹചര്യ സാഹചര്യം. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു, വിളിച്ചിരുന്നിരിക്കാം എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഇതേ രീതിയിൽ പറയാണ്, ഞാൻ അവരെ കണ്ടില്ല. ഐ ഡിഡിന്റ് സീ ദം. ഞാൻ അവരെ കണ്ടില്ല. അതിനൊരു കാരണം നമ്മൾ പറയുകയാണ്. സാഹചര്യ തെളിവ് എന്നാന്ന് ചോദിച്ചാല് അവര് നേരത്തെ പോയിട്ടുണ്ടായിരിക്കാം. They must have gone early. അവര് നേരത്തെ പോയിട്ടുണ്ടായിരിക്കാം. ഞാൻ അവരെ കണ്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുക. അതിന് നമ്മളൊരു സാഹചര്യ തെളിവ് പറയുന്നതാണ്. കാരണം they must have gone early. അവര് നേരത്തെ പോയിരുന്നിരിക്കാം. I didn't see. Okay, let's write it Malayalam also. ഞാൻ അവരെ കണ്ടില്ല. കാരണമായിട്ട് പറയുകയാണ്, അവർ നേരത്തെ പോയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവരെ കാണാതെ വന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഇത് ഉപയോഗിക്കുമ്പോൾ മസ്റ്റ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് അത് ചേർത്ത് നമുക്ക് സാഹചര്യ തെളിവുകൾ വെച്ച് പറയാം. പിന്നെ ഈ സാഹചര്യ തെളിവുകൾ വെച്ച് നമുക്ക് പറയാം, വേറെ പറയാം മസ്റ്റ് ഹാവ്. ഈ മസ്റ്റ് ഹാവ് കമ്പൽസറി ആണ് കേട്ടോ. കാരണം മൈ പെൻ ഈസ് നോട്ട് റൈറ്റിംഗ്. എന്റെ പേന തെളിയുന്നില്ല. മൈ പെൻ ഈസ് നോട്ട് റൈറ്റിംഗ്. എന്റെ പേന തെളിയുന്നില്ല. ദ ഇങ്ക് മസ്റ്റ് ഹാവ് ഓവർ. ഇത് അതിൻ്റെ അകത്തെ മഷി തീർന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ വെച്ച് പറയുന്നതിന് മസ്റ്റ് ഉപയോഗിക്കുന്നതാണ് വേറൊരു ഭാഗം. ഇനി അടുത്തതായിട്ട് നമ്മൾ എവിടെയാണ് ഈ മസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നറിയാവോ? ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. മസ്റ്റ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് കടമയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഒരു കടമ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അബൌട്ട് അവർ ഡ്യൂട്ടി മസ്റ്റ്. കടമയെ കുറിച്ച് പറയുന്നതിനായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് മസ്റ്റ്. നമ്മൾ പലപ്പോഴും പറയുന്നതല്ലേ, നമ്മുടെ പ്ലെഡ്ജിന്റെ അകത്ത് പറയുന്നുണ്ട് വി മസ്റ്റ് ലവ് അവർ കൺട്രി, വി മസ്റ്റ് ഒബേ അവർ പേരൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ വിൽ ഒബേ മൈ പേരൻസ് എന്ന് പറയുന്നത് അത് വി മസ്റ്റ് കടമയെ കുറിച്ച് നമ്മൾ പറയുന്നു. ഈ കടമയെ കുറിച്ച് പറയുന്നതിന് എക്സാമ്പിൾ പറയാമോ? ഇത് തന്നെയാണ് വി മസ്റ്റ് ടു ടെൽ അബൌട്ട്. ഈ മസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. വി മസ്റ്റ് ലവ് അവർ കൺട്രി. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്, അത് നമ്മുടെ കടമയാണ്. വി മസ്റ്റ് ലവ് അവർ കൺട്രി. നമ്മൾ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. ഇതൊരു നമ്മുടെ ഓരോ ഇന്ത്യൻ പൗരന്റെ, നമ്മുടെ ഒരു രാജ്യത്തിലുള്ള, അത് ഇന്ത്യൻ ആയിരിക്കണമെന്നില്ല, ആരാണെങ്കിലും അവരുടെ രാജ്യത്തെ ഒരാള് അവരുടെ രാജ്യത്തെ സ്നേഹിക്കണം എന്നത് ആ പൗരന്റെ കടമയാണ്. ആ കടമയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മള് ഇതിന് വേറെ എക്സാമ്പിൾസ് പറയാവേ. ഓക്കെ, ഇത് ഇങ്ങോട്ട് നോക്കിയേ. ഇതിന് 2 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അതായത് ചിൽഡ്രൻ മസ്റ്റ് ബി ഒബീഡിയന്റ്. ചിൽഡ്രൻ മസ്റ്റ് ബി ഒബീഡിയന്റ് മീൻസ് കുട്ടികൾ അനുസരണയുള്ളവരായിരിക്കണം. അത് അവരുടെ കുട്ടികളുടെ ഒരു കടമയാണത്. കുട്ടികൾ അനുസരണയുള്ളവരായിരിക്കുക എന്നത് അവരുടെ കടമയാണ്. അത് ഒബീഡിയന്റ് ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ വി മസ്റ്റ് ഒബേ അവർ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. നമ്മൾ നമ്മുടെ അധ്യാപകരെയും മാതാപിതാക്കളെയും അനുസരിക്കണം. ഇതെല്ലാം നമ്മൾ ഈ മുമ്പ് പറഞ്ഞ ഇതെല്ലാം പറയുന്നത് കടമയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മസ്റ്റ്. ഇപ്പോൾ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പല അവസരങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ തുടങ്ങിയതാണ് ക്യാൻ. നമുക്കിന്ന് ഈ ക്ലാസ്സിൽ ക്യാനിനെ കുറിച്ച് കൂടി പഠിക്കണം. ക്യാൻ എന്താണ്? ക്യാൻ എന്ന് പറഞ്ഞാല് ഇത് ഞാൻ പറഞ്ഞു, ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ആസ്ക് പെർമിഷൻ. ഈ പെർമിഷൻ ചോദിക്കുന്നത് പോലെ തന്നെ ടു ആസ്ക് പെർമിഷൻ
അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് നമുക്ക് ആൻഡ് ടു ഗീവ് പെർമിഷൻ ഓൾസോ, ടു ഗീവ് പെർമിഷൻ ഓൾസോ വി യൂസ് ക്യാൻ. അതെങ്ങനെയാണെന്ന് ഇനി നമുക്കൊന്ന് വ്യക്തമായിട്ട് പഠിച്ചാലോ. ക്യാന് പെർമിഷൻ ചോദിക്കുന്നതിനും കൊടുക്കുന്നതിനും വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഈ ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പെർമിഷൻ ചോദിക്കുന്ന അതേ രീതിയിൽ ആ വാക്കുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പം കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഇത് എന്നാന്ന് ചോദിച്ചാൽ ക്യാൻ ചേർത്ത് നമ്മൾ ഈ ഒരു വാക്ക് പറയുകയാണ്. ക്യാൻ ഐ ആസ്ക് യു എ ഡൗട്ട്? Can I ask you a doubt എന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? Can I ask you a doubt? നമുക്കറിയാം, എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാമോ? ചോദിച്ചോട്ടെ. Can I sit here? Can I sit here എന്ന് പറഞ്ഞാലോ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുക. അതുപോലെ can they go there? അവർക്ക് അവിടെ പോകാമോ? അതുപോലെ can we take it? നമുക്കത് എടുക്കാമോ എന്നെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് ഇവിടെ എല്ലാം നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇത് നമ്മൾ നേരെ തിരിച്ചിട്ട് ഇതാ ക്യാൻ ബി ടേക്ക് ഇറ്റ് എന്ന് ചോദിക്കുന്നത്, ഇത് ഈ ക്യാന് എടുത്ത് നമ്മൾ ഇവിടെ ഇട്ടതിന് ശേഷം ഈ ബി എന്ന സബ്ജക്റ്റ് എടുത്ത് മുമ്പിലിട്ട് നോക്കൂ. വി ക്യാൻ ടേക്ക് ഇറ്റ്. ഈ വി എന്ന് പറയുമ്പോൾ ഇത് നമ്മള് പാസീവ് വോയിസിലായിട്ട് വരുമ്പോ യു വരും അല്ലേ? യു ക്യാൻ ടേക്ക് ഇറ്റ്. ഇതെന്ന് പറയുകയാണെങ്കിലോ യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാലോ ഇതിന്റെ അതേ രീതിയിൽ ഇത് നമ്മൾ പെർമിഷൻ കൊടുക്കാണ്. യു ക്യാൻ ടേക്ക് ഇറ്റ്, നിങ്ങളത് എടുത്തോളൂ, നിങ്ങൾക്കത് എടുക്കാമെന്ന് പറയാം. അതുപോലെ ദേ ക്യാൻ ഗോ ദേർ, അവർക്ക് അവിടെ പോകാമല്ലോ, അവരവിടെ പോയിക്കോട്ടെ. ദേ ക്യാൻ ഗോ ദേർ, ദേ ക്യാൻ ഗോ ദേർ, അവർക്ക് അവിടെ പോകാമെന്ന് നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പെർമിഷൻ ചോദിക്കുന്ന അതേ യു ക്യാൻ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ask any doubt. You can ask any doubt about it. ഇതിനെ കുറിച്ച് എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇതിനെ കുറിച്ച് ഇത് പെർമിഷൻ തന്നിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇതിനെക്കുറിച്ച് എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഇതിനെക്കുറിച്ച് എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന ഒരു ഇവിടെ ഒരു പെർമിഷൻ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുകയാണ്. അതിനും ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ക്യാൻ തന്നെയാണ്. ഇവിടെ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിച്ചെങ്കിൽ, അതായത് പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇത് ചോദിച്ചിരിക്കുന്നത്? പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിച്ചുവെങ്കിൽ ഇവിടെ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്, അനുവാദം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് 2 ways of asking questions using this can at the same time. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരപ്രദം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ട്രൈ ടു റൈറ്റ് എ കമന്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, till we meet again in the next class. Bye.